ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് അന്നമ്മൂസ്. ഞാൻ തിരുമ്പി വന്നിട്ട് ഞാൻ എവിടെ പോയിരുന്നു അല്ലേ? ഞാൻ പോയിരുന്നു. നമ്മുടെ മൊഞ്ചത്തികളൊക്കെ 2 ദിവസം നമ്മൾ കാണിച്ചു തന്നിട്ട് അല്ലേ? ഞങ്ങൾ മൊഞ്ചത്തികളായിരുന്നു നിങ്ങളുടെ മുന്നിൽ 2 ദിവസം. അപ്പം നമുക്ക് മൊഞ്ചത്തികളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങണ്ടേ? കാരണം എന്താ, ഡെയിലി യൂസ് തന്നെയാണ് നമ്മുടെ മാക്സിയും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? എന്തെന്നാണ് ഇപ്പോൾ റയോൺ മാക്സ് ഇട്ട് ശീലമായവർ ഇപ്പോൾ സ്ഥിരം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞവർ ഇപ്പോൾ സ്ഥിരം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പെരുന്നാളിന് മുന്നേ അന്നൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആയിരുന്നു കച്ചവടം. പക്ഷെ പുതിയ കുറേ കസ്റ്റമേഴ്സിന്, പിന്നെ അത് കൂടാതെ ഒരുപാട് മാക്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മുടെ അടുത്ത് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ തന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, സത്യം പറയാം, എന്താ പറയേണ്ടത് എനിക്കല്ല, അത്രയും വലിയ സപ്പോർട്ട് തന്ന കുറേ പേര് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ പറയുക, ഒരു അഡ്രസ്സിലേക്ക് തന്നെ 8ഉം 10ഉം ഒക്കെ എടുത്ത ആൾക്കാരുണ്ട്. അതാ അതിനേക്കാൾ വലിയ. ഇപ്പം ഞാൻ DTDC ട്രാക്കിംഗ് ഒക്കെ ഇട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ബില്ലൊക്കെ ഗ്രൂപ്പിലുള്ളവർ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവും. കാരണം ഒരു പീസല്ല ഒരു അഡ്രസ്സിലേക്ക് പോയിരിക്കുന്ന അവരുടെ അയൽവാസികളായിക്കോട്ടെ ഒക്കെ സംഘം ചേർന്ന് എടുത്ത ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് തന്നെ അറിയില്ല. അത്രയും എനിക്ക് സന്തോഷമായിട്ടോ. നിങ്ങളൊരു സപ്പോർട്ട് ഭയങ്കര സന്തോഷമായി. നമ്മളൊരു ഗിവ് അവേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഗിവ് അവേ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കണ്ടല്ലേ? അതായത് ഡ്രസ്സ് വാങ്ങിയവർക്കെല്ലാം തന്നെ ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടാം, ബൈ കമൻറ്റ് കൊടുക്കാം. അത് ഞാൻ സൺഡേ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്ന നറുക്കെടുപ്പ് വീഡിയോ. കാരണം കുറേ പേർക്ക് ഡ്രസ്സ് പെൻഡിങ്ങിലായിട്ട് കിട്ടാതെ കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരാഴ്ച മൊത്തം കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവും. ഇത്രയും അയക്കുന്ന കൂട്ട് ചില ആൾക്കാർ കിട്ടാത്ത ചില ആളുകൾ കിട്ടും മൊത്തം. ഞാൻ പിന്നെ എല്ലാം ഓപ്പണായി പറയും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇനി എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരാഴ്ചയും കൊണ്ട് നോക്കി, പിന്നെ എല്ലാവർക്കും, പിന്നെ കുറേ ലക്ഷദ്വീപിലൊക്കെ ഇന്നാണ് പെരുന്നാൾ, അവർക്ക് ഇന്നിട്ട് നാളെ യൂസ് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നിട്ട് നാളെ യൂസ് ആക്കാൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് അവർ ഉപയോഗിച്ച് നാളെ അവരതൊക്കെ അലക്കി അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഒരാഴ്ച എല്ലാവർക്കുള്ള സമയം കൊടുത്തിരിക്കുക. എന്നിട്ട് വേണം 7 ആൾക്കാരെ നമ്മൾ സാധാരണ നാടൻ രീതിയിൽ അങ്ങോട്ട് പൊലിക്കിയിട്ട് 7 ആൾക്കാർക്ക് മാക്സിമം സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മൾ നട്ടപ്പാതിര വീഡിയോ ചെയ്തു. ആരാണ് നട്ടപ്പാതിരക്ക് നമ്മൾ വീഡിയോ വന്ന് കണ്ടിട്ട് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്നത്, അവർക്കും കിട്ടിയിട്ടുള്ളൊരു സമ്മാനം. അപ്പോൾ എല്ലാ സമ്മാനങ്ങളും നമ്മൾ ഞായറാഴ്ച ഇവിടുന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ എന്താ പറയുള്ളത്, ഇനി ശ്രദ്ധിച്ചോളാം, നമുക്ക് വരുന്നത് ഹെയർ കളക്ഷൻസ്, ലേഡീസ് കളക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. യൂട്യൂബ് വീഡിയോ കാണിക്കുന്ന ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അപ്പോൾ അതിൻ്റെ താഴെ പേയ്മെൻറ്റ് ചെയ്യാൻ കറക്റ്റ് അഡ്രസ്സ് തരാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വരുന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കലാണ്. വേറെ ഒന്നല്ല, പേഴ്സണൽ ട്രാക്കിംഗ് കിട്ടില്ല. നമ്മൾ അയച്ചവരുടെ ലിസ്റ്റ് മൊത്തം ഗ്രൂപ്പിലാണ് ഇടുക. 4 ദിവസം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 4 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3-4 ട്രാക്കിംഗ് ഇടുന്നത് വരെ 4 ദിവസം കൊണ്ട് ട്രാക്കിംഗ് വരും കേട്ടോ. ചില സമയം 4ാമത്തെ ദിവസം ട്രാക്കിംഗ് ഇടാതെ പിറ്റേന്നൊക്കെ ഇടാന്ന് മാത്രം. പക്ഷെ നിങ്ങളുടെ ആ ഡേറ്റാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഡേറ്റ് 4 ഡേയ്സിൻ്റെ ഉള്ളിൽ വരുന്ന ട്രാക്കിങ്ങിൽ നിങ്ങളുടെ നെയിം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് വിവരം തരണം. 4 ദിവസത്തിനുള്ളിൽ വന്ന ട്രാക്കിങ്ങിൽ എൻ്റെ നെയിം ഇല്ല. പിന്നെ ഗ്രൂപ്പ് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ് നിങ്ങൾ ഡേറ്റിങ്, ഞാൻ പറയണത് ഇന്നത്തെ ട്രാക്കിങ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ, നാളെ കിട്ടുള്ളൂ, അപ്പോൾ നാളെ ഞാൻ വിടുന്നു. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതായത് ദിവസം നാളെ ആയിക്കോട്ടെ, അയക്കൽ അതിൻ്റെ തലേന്ന് 2 ദിവസം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലില്ലെങ്കിൽ അപ്പം തന്നെ വിവരം പറയണം, ഇതിൽ വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത് നാളെ ഒരു ട്രാക്കിംഗ് കിട്ടുക, അതിലില്ലെങ്കിൽ അല്ല കേട്ടോ പറയാൻ പറഞ്ഞത്. 4 ദിവസത്തിനുള്ളിൽ വന്ന ട്രാക്കിങ്ങിൽ, കാരണം ഡിസോർഡർക്ക് ആയിട്ടായിരിക്കും പാർസൽ അവരവിടെ നിന്ന് അയക്കുക. അപ്പം 4 ദിവസം കൊണ്ട് ട്രാക്കിങ്ങിൽ പേരില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. അതുപോലെ തന്നെ ട്രാക്കിങ്ങിൽ പേര് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ഡേയ്സ് എന്തെങ്കിലും DTDC ആണ് 3 ഡേയ്സ്, ചില ഏരിയകളിൽ 4 ആവുന്നുണ്ട്, ചില ഏരിയകളിൽ 1 ഡേ കൊണ്ട് ആവുന്നുണ്ട്. എങ്കിലും ഒരു 4 ഡേ വരെ, 3-4 ഡേ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഒരു 5 to 6 ഡേയ്സ് ആവുന്നുണ്ട്. അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സാധനം കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ലിപ്പിൽ തന്നെ ഉണ്ടാവും. DTDC ആണ് വേറെ ട്രാക്കിംഗ് കൊടുക്കും, പോസ്റ്റ് ആണ് വേറെ കൊടുക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, ചോദിച്ചോളൂ താത്ത ഇത് DTDC ആണോ പോസ്റ്റ് ആണോ എന്ന് ചോദിക്കാം. എന്നിട്ട് ആ ഓഫീസിലാണ് നിങ്ങൾ പോയിട്ട് ട്രാക്കിംഗ് നമ്പർ കൊടുത്തിട്ട് ഇതെനിക്ക് വന്നൊരു ഐറ്റമാണ്, എനിക്ക് സാധനം കിട്ടിയിട്ടില്ല എന്ന് അവരോടാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. പിന്നെ നമ്മളും ഉണ്ടാവും നിങ്ങളോടൊപ്പം. പക്ഷെ ആ ഒരു രീതിയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അത് കൂടാതെ ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം.
ഗ്രൂപ്പിൽ ഫോട്ടോസ് വരും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നാൽ മതി. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ബിസിനസ് ഒരുപാടുണ്ടല്ലേ, വാട്സപ്പിലൂടെ ഓൺലൈൻ ബിസിനസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ വരുന്നത് യൂട്യൂബാണ്. അപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വരാതെ അവിടെ കാത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ഷോൾ മാക്സികളൊന്നും സ്റ്റോക്ക് വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന മൊഞ്ചത്തി മാക്സികളല്ല, മൊഞ്ചത്തി ബാഗുകളാണ് കേട്ടോ. കുറച്ച് ബാഗുണ്ട് കയ്യിൽ, കണ്ടാലോ, കാണല്ലേ. അപ്പം കുറച്ച് ബാഗുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് ആദ്യം കാണിച്ചത്. ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് ഇവിടെ കൊണ്ടുവച്ചിരുന്നു മോളെ, ഒന്ന് നിർത്തോട്ടെ. അത് ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് കാണിച്ചു കേട്ടോ. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏകദേശം സത്യം പറഞ്ഞ ഈ ബാഗ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം 1 മാസമായില്ലേ നമ്മളെ. അന്ന് മുതലേ 1 മാസമായില്ലേ ബാഗ് കയ്യിൽ കിട്ടിയിട്ട്. അന്ന് മുതൽ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഗ്രീൻ ബാഗാണ് ഞാൻ എടുത്തത്. അന്ന് മുതൽ ഈ ബാഗ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോക്ക് മുന്നിലേക്ക് വരുന്നത്. റഫ് യൂസ് തന്നെയാണ് ഞാനും ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടിടും ഇങ്ങോട്ടിടും ഇങ്ങോട്ടേക്കിടും. കാരണം അറിയണമല്ലോ എന്താണ് സംഭവം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് അറിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. നല്ല ബാഗാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെ ചെയ്യുക, ഒരു വള്ളിയില്ലാതെ ഇങ്ങനെ പിടിച്ച് നടക്കലാണ് കേട്ടോ. അങ്ങനെ നടക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വള്ളി വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ഉള്ളിൽ വള്ളി ഉണ്ടാവും, അങ്ങനെയും ചെയ്യട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ബാഗ് തന്നെയാണ്. പ്യുവർ ലെതർ അല്ല, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ബാഗ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കൊള്ളും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് സെയിലിനല്ല, ഇതേ പീസ് ഉണ്ടല്ലേ, ഉണ്ട്. അതാ ഇവിടെ ഒരു അറയുണ്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു അറയുണ്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സിബുണ്ട്. ഓക്കെ, ഈ ബാഗിന് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന പ്രൈസ് എത്രയെന്ന് വെച്ചാൽ 500 റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ആണ്. 500 രൂപയാണ് ഈ ബാഗിൻ്റെ റേറ്റ്. 800 സംതിങ് ഒക്കെ ആയിരുന്നു ഷോപ്പിൽ ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. അത് തന്നെ കുറച്ച് ഉള്ളേരിയാണിത്. ടൗൺ ഏരിയയിൽ നല്ല റേറ്റ് ഇതിനുണ്ടാവും. ഇത് ഉള്ളേരിയ ആയിട്ടാണ് ആ റേറ്റ് ഇട്ടത്. അപ്പോൾ 500 റുപ്പീസിനാണ് നമ്മൾ ഈ ബാഗ് ഇട്ടിരിക്കുന്നത്. ഇത് അയക്കാൻ, ഈ ബാഗ് ആയതുകൊണ്ട് അയക്കാൻ എന്തെന്നാണ് 70-80 രൂപ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ 50 രൂപ, നമ്മൾ സാധാ മാക്സിക്ക് എടുക്കുന്ന 50 രൂപ തന്നെ തന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ബാഗുകൾ കാണാം. എല്ലാം കൂടി ഒരുമിച്ച് കണ്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതിന് കുറച്ച് ബാഗുകളാണ് കേട്ടോ. ഈ റേറ്റിന് കാണാം. നമ്മൾ ഓരോന്നോരോന്നെടുത്താം. അപ്പോൾ ഓക്കെ, ഇത് ആഷ് കളറല്ലേ നമ്മളെ, ആഷ് കളർ ബാഗാണ്. കാണുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെയും സിബ് ബാഗ് ഉണ്ട്. അതെ, അപ്പോൾ ഇതിന് നടുവിൽ 2 സിബ് ഉണ്ട്, പിന്നെ ഉള്ളിലും ഉണ്ട്. പിന്നെ ഇതിന് വള്ളി വരും കേട്ടോ എക്സ്ട്രാ ആയിട്ട്. പിന്നെ ഉള്ളിൽ വള്ളി ഉണ്ട് കേട്ടോ, ആ വള്ളി ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ പിടിച്ച് നടക്കാൻ പറ്റും. ഒരു ആവറേജ് സൈസ് ബാഗാണ്. വലിയ ബാഗുമല്ല, എന്നിട്ട് ചെറുതുമല്ല, വീട്ടിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ് കേട്ടോ. ഓക്കെ, ഇത് കണ്ടല്ലോ. ഇത് ഫോട്ടോ കണ്ട് വിലയിരുത്തണം കേട്ടോ, ക്വാളിറ്റി കണ്ട് വിലയിരുത്തുക. പിന്നെ മീഷോ, ഫ്ലിപ്കാർട്ടൊക്കെ സ്ഥിരം വാങ്ങുന്ന ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്നുണ്ട്. പഠിച്ചോലെ വിചാരിച്ച് മീഷോയും ഫ്ലിപ്കാർട്ടും ഷോപ്പുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണ്ട, അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് 500 രൂപക്ക് കിട്ടും. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എത്രയാണ്? 500 രൂപ. ഇനി പിന്നെ മറ്റേ കണ്ടല്ല, വേറൊരു കളറാണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ സാധനം. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത് അധികം ആൾക്കാരല്ലേ. ഇങ്ങനെ പിടിച്ചിട്ട് ഈ DSLR ഫോട്ടോ ഒക്കെ വെച്ച് ബാഗ് പരസ്യം ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതൊക്കെ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വള്ളിയുണ്ട്. വള്ളി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്. ഇതിൻ്റെ വള്ളി ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ വള്ളി ഉണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ ബാഗ് മറ്റേന്ന് പറഞ്ഞ മാതിരിക്ക് തന്നെ ഇതേപോലെ ഇവിടെ ഒരു സിബ്, ഇവിടെ ഒരു സിബ്, ഉള്ളിലൊരു സിബ്. എൻ്റെ ബാഗിൻ്റെ അതേ സൈസ് തന്നെ ഇപ്പുറത്തും ഒരു സിബ്. എങ്ങനെയാണ് വരുന്നത്, ആ വള്ളി ഇട്ട് നമുക്ക് പിടിക്കാം. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. റേറ്റ് വന്നിട്ട് 500 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഷിപ്പിംഗ് ചാർജ് അടക്കം 550 റുപ്പീസാണ് ഈ ഒരു ലെതർ ബാഗിന് വരുന്നത്. ലെതർ തന്നെയാണ്, ലെതർ നട്ട് തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. പക്ഷെ ഞാൻ പിന്നെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു ടൈപ്പിലാണ്. അതുകൊണ്ട് എനിക്കിത് പ്യുവർ ലെതറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞാലേ കാഴ്ചയിൽ ഫുൾ ഓക്കെയാണ്. നിങ്ങൾക്ക് ഷോപ്പിൽ പോയി വരെ ലെതർ നട്ട് തന്നെ തരാം. ലെതർ ഒരിക്കലും ഈ റേറ്റിൽ കിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കട്ടോ. പല ആൾക്കാർക്കും പറയാനുള്ളത് ലെതർ ഒരിക്കലും 1000 ബിലോ ആയിട്ട് നമുക്ക് കിട്ടില്ല. അത് ലെതർ അല്ല കേട്ടോ. ഓക്കെ, കണ്ടല്ലോ. അടുത്ത ബാഗ് ഇതാണ്. ഓരോരുത്തർക്ക് ഓരോ കളേഴ്സിനോടായിരിക്കും ഇഷ്ടമല്ലേ എല്ലാം. പിന്നെ ഇതിനൊരു വെറൈറ്റി ഉണ്ട്, ശ്രദ്ധിച്ചോളാം. ഇതിന് 3 സിപ്പ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, 1 2 3 3 അറ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലും
അറയുണ്ട്. പിന്നെ ഉള്ളിൽ അറയുണ്ടോ എന്ന് എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. അപ്പോൾ നോക്കട്ടോ, നിങ്ങളെ മുമ്പ് നിന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. പിന്നെ അറയുണ്ട്, ഇതിന് 3 റാക്ക് ഉണ്ടെങ്കിലും ശരി, ഉള്ളിലും അറയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിന് വള്ളി ഉണ്ടോയെന്നും കൂടി നോക്കട്ടെ കേട്ടോ. വള്ളി ഉണ്ടാവും, അതൊക്കില്ല, കാരണം ഇപ്പുറത്ത് 2 സൈഡിൽ വള്ളീൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വള്ളി ഉണ്ട് എന്ന് പറയുന്നു, വള്ളി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഓഫർ ഇട്ടിരിക്കുന്ന റേറ്റ് വന്നിട്ട് മറ്റതിനേക്കാളും ഒരു 30 രൂപ കൂടുതലേ ഉള്ളൂ. വെറും 30 രൂപയെ കൂടുതലുള്ളൂ. ഞാൻ വിചാരിച്ചു ഇതിന് കൂടുതലുണ്ടാകും, കാരണം റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒന്നും കൂടി ഒതുക്കുന്നുണ്ട്, ഒരു സിമ്പിളായിട്ട് അല്ലേ. മറ്റേ കുറച്ചും കൂടി ഒരു പെട്ടി പോലെ അല്ലേ, ഒരു പൊടിക്കും കൂടി ഒതുക്കും, സോഫ്റ്റും തോന്നുന്നുണ്ട്. ഓക്കെ, 530 രൂപയാണ് ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, 530 രൂപയാണ് ബാഗ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് വലിയ ഭയങ്കര സംഭവമൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ഇതൊന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന അവിടെ പോയിട്ട് വാങ്ങുന്ന വാങ്ങിക്കോളൂ കേട്ടോ. പക്ഷെ നാച്ചുറലായിട്ട് ഇങ്ങനെ പച്ചക്ക് വീഡിയോ കാണിക്കുന്നിടത്ത് വാങ്ങുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെൻ്റെ അടുത്തൊന്നും വാങ്ങിക്കോളൂ. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. അടുത്ത വരുന്നത് ഇങ്ങനൊരു കളറാണ് കേട്ടോ, വെറൈറ്റി കളേഴ്സ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതിന് 2 റാക്ക്, ബാക്കിൽ ഉള്ളിൽ റാക്കുണ്ട് ഉറപ്പായിട്ടുണ്ട്, ഉള്ളിൽ കയറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ ഇത് യൂസ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാം. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡ്, ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറയുന്നത്. പക്ഷെ മറ്റേത് ഫാഷൻ അല്ല എന്നല്ല പറഞ്ഞത്, മറ്റേ നമ്മുടെ റെഗുലർ യൂസ്. ഞാൻ വള്ളി ഇട്ടിട്ട് തന്നെ ഇടുന്ന കേട്ടോ, എനിക്ക് അതാണ് കംഫർട്ട്. പക്ഷെ ഇതിങ്ങനെ പിടിച്ചപ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് സൈസാണ്, വലിയ സൈസും അല്ല, എന്നാലോ അത്യാവശ്യം സ്പേസും ഉണ്ട് അല്ലേ. ഉള്ളിൽ 2 അറ തന്നെയാണ്. 500 രൂപ ബാഗാണ്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഏതാ വേണ്ട വെച്ചാൽ ഇങ്ങനെ നിന്നാൽ മതിയാണ്, നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഏതായാലും ഇന്ന് മുതൽ ഇവിടെ മുതൽ ഇതാ ഇങ്ങനെ നിൽക്കാം. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഷെമീസ് ബാഗ് 500 രൂപ മാത്രം. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ബ്ലാക്ക് ബാഗ് 3 റാക്ക് ഉണ്ട് കേട്ടോ. അതിന് 3 അറകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലും മറയുണ്ട്, ബാക്കിലും മറയുണ്ട്, വള്ളിയും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 മറ്റേതിന് 3 റാക്കുള്ളതിന് 30 രൂപ കൂടുതലാണെങ്കിൽ അതിന് ചെറിയൊരു പൊടിക്ക് ക്വാളിറ്റി കൂടുതലായിരുന്നു. ഇത് ക്വാളിറ്റി ഇല്ല എന്നല്ല, ഈ 3 റാക്കുള്ള ഈ ബ്ലാക്ക് ബാഗിന് വെറും 500. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. 500 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന ബാഗ് ഒരു ലൈറ്റ് പിങ്ക് അല്ലേ, പിങ്ക് തന്നെയാണോ? ഈ ഒരു കളറാണ് കേട്ടോ. 2 തന്നെ, പുറത്ത് 1, ഇവിടെ 1. ഞാൻ വള്ളിയിട്ട് കൊണ്ടുവന്ന കേട്ടോ, കാരണം എനിക്കൊന്നും അറിയണമല്ലോ. വള്ളിയിട്ട് കാണിച്ചു തരാൻ വിട്ടുപോയി. ഒന്നുമില്ല, നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ അല്ലേ. ഇത് വലിപ്പം ഇത് കുറക്കണേയും കൂട്ടണേക്കൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബാഗ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 രൂപ തന്നെയാണ്. ഈ കളർ വേണ്ട ഈ കളർ എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഷെമീസ് ബാഗ്സ് റേറ്റ് 500 രൂപ കേട്ടോ. ഇനി കുറച്ചൊരു പൊടികൾക്കുള്ളതാണ് കേട്ടോ. പൊടികൾ എന്ന് പറയാനൊന്നും പറ്റില്ല, മോളിപ്പോൾ അതാ യൂസ് ചെയ്യുന്നത്, എന്നാലും കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് ഓക്കെ, ഇതാണ് ബാഗ്. വലുപ്പം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഫ്രണ്ട് നല്ലൊരു ജിബുണ്ട്, കോളേജിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം അല്ലേ. കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊരു 100 രൂപ കുറവാണ്. ഓക്കെ, മറ്റേത് 500 ആണെങ്കിൽ ഇതിന് 400 രൂപയാണ്. ഇതും ഇങ്ങനെ പിടിക്കണമെങ്കിൽ പിടിക്കാം. ഇതിൻ്റെ ഉള്ളിൽ 2 റാക്ക് ഉണ്ട്, ബാക്കിലും ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു റാക്ക്, ഇവിടെ 2ാമത്തെ റാക്ക്, ബാക്കിൽ ഫ്രണ്ടിൽ. ഓക്കെ, ഇത് വന്നിട്ട് ലെങ്ത്ത് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. 400 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതാ വേറെ കളറാണ്. ഇത് ലെങ്ത്ത് കുറച്ച് വെച്ചാട്ടോ, ലെങ്ത്ത് കൂട്ടണ. ഇത് ലെങ്ത്ത് കൂട്ടിക്കൂടെ മോളെ? ഇത്രയും കൂട്ടല്ലേ? ലെങ്ത്ത് ഒക്കെ ഇഷ്ടം പോലെ കൂട്ടാണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണെന്ന്. ലെങ്ത്ത് അത്ര വരെ ആക്കണമെങ്കിൽ അത്ര വരെ ആക്കാനുള്ള സെറ്റപ്പൊക്കെ ഈ മുതലുണ്ട്. റേറ്റ് വന്നിട്ട് 450. ബാക്കിൽ സിബുണ്ട്, നടുവിൽ 2 സിബുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. 400 rupees, 50 rupees ഓൺലി ഷിപ്പ് ചാർജ്. ഓക്കെ, അപ്പോൾ അത് അടുത്തത് കേട്ടോ. ഡിസൈൻ വ്യത്യാസം ഉണ്ട് അല്ലേ? ഓക്കെ, ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ വേണ്ട സെലക്ട് ചെയ്തിട്ടോ. എന്ത് 450 rupees ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, നമ്മുടെ മൊഞ്ചത്തി ബാഗ്സ്, ഷെമീസ് ബാഗ്സ്. മൊഞ്ചത്തി പോട്ടെ, ഷെമീസ് ബാഗ്സ്. ഓക്കെ,
ഒരു വെറൈറ്റി തോന്നും. ആ അതിൻ്റെ ഇതിങ്ങനെ അല്ലേ. ഓക്കെ ഓക്കെ. സ്റ്റൈലിഷ് ആണ് കേട്ടോ. സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കോളേജ് കുട്ടികൾക്ക് എന്നുള്ളതല്ല കേട്ടോ, നമുക്കും വലിയവർക്കും യൂസ് ചെയ്യാം. പക്ഷെ കോളേജിൽ പോകുന്ന കുട്ടികൾക്കും ഇത് യൂസ് ആക്കാൻ പറ്റും. 3 യൂസാണ് ഇപ്പോൾ ബാഗാണ് ഈ റെഗുലർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കാം. 450 rupees. ഓക്കെ, ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഇനി ഹൈഷ് എന്താണ് രസം, എനിക്ക് ഇത് എടുത്തുകൂടേനോ? ഇതിൽ പിങ്കിലേ. ആ ശരി. ഓക്കെ, ഫ്രണ്ടിൽ സിബുണ്ട്. ഓക്കെ, പിന്നെ അതാ നടുവിൽ 2 സിബുണ്ട്. ബാക്കിലും സിബുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് എവിടെയും പോകുമ്പോൾ എനിക്ക് യൂസ് ആക്കിയത് ഒരു സിമ്പിൾ അല്ലേ, അതുകൊണ്ട് തന്നെ ഇനി എടുത്തല്ലേ. ഓക്കെ, 450 രൂപ കേട്ടോ. ഇനി ഇതാ നല്ല ആഷ് കളർ അടിപൊളിയായിട്ട് 450 രൂപ. ഇനി നമ്മൾ കാണാൻ പോണത് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയൊരു ഐറ്റം. ഓക്കെ, അതിനേക്കാൾ ഒരു പൊടിക്ക് ചെറുതാണിത് കേട്ടോ. അതിനേക്കാൾ ഒരു പൊടിക്ക് ചെറുതാണ്. മറന്നോ ഈ ഒരു ബാഗുള്ള കാര്യം അല്ലേ. അപ്പോൾ ഒരു പൊടിക്ക്, അപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാര്യം. അപ്പോൾ ഒരു പൊടിക്ക് ചെറുതാണ്, പക്ഷെ ഇത് ഒന്നും കൂടി ക്വാളിറ്റി ലെതറാണ് കേട്ടോ സാധനം. ഓക്കെ, നല്ല ലെതർ ബാഗാണ്. ഫ്രണ്ടിലെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നടുവിലും ഒരു സിബുണ്ട്, ബാക്കിലുണ്ട്. നല്ല സ്മൂത്ത് ബാഗാണ്. ഓക്കെ, ഇതും നമ്മളിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് 500 rupees തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇങ്ങനെ ഒരു കളറും കൂടി ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 rupees തന്നെയാണ്. സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഷെമീസ് ബാഗ്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കുറേ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ വേറെ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കളർ ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ, അല്ലെങ്കിൽ സെയിം കളർ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളത്. കണ്ടല്ലോ ഏകദേശം തന്നെ മോഡലൊക്കെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് കാണാം. കളറൊക്കെ ചെറിയ വ്യത്യാസത്തൊക്കെ തന്നെ ഉള്ളൂ. നാളെ ആ വീഡിയോ കാണാം. പിന്നെ നമ്മൾ മൊഞ്ചത്തി മാക്സുകൾ ഇൻഷാല്ലാ നാളെ മുതൽ ഉണ്ടാവും. പിന്നെ പറയട്ടെ, ഒരു കാര്യം കൂടി പറയട്ടെ. അഥവാ ആർക്കെങ്കിലും ട്രാക്കിങ്ങിൽ പേര് വന്നിട്ടില്ല, സാധനം കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ ഉള്ളവർക്ക് ഈ ആഴ്ച കംപ്ലീറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോഡൊക്കെ വാങ്ങിച്ച് അവരുടെ കയ്യിൽ തന്നെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. കൊറിയർ ഓഫീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെ ട്രാക്കിങ് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. ആർക്കും നമ്മൾ അയച്ചതൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് ക്ലിയർ ആക്കാൻ ഒരാഴ്ചത്തെ സമയം വേണം. നെക്സ്റ്റ് സൺഡേ നമ്മൾ വിന്നറിനെ പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ പൈസ ഒന്നും നിങ്ങളുടെ സാധനം കിട്ടിയിട്ടില്ല എന്നുള്ള, എവിടെയും കിട്ടുന്നില്ല എന്നിട്ട് കുറേ എനിക്ക് റിട്ടേൺ വന്നോളൂ. അപ്പം അന്ന് റീഫണ്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റയോൺ മാക്സി എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എപ്പോഴും പറയുന്ന, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. റയോൺ മാക്സി ആകുമ്പോൾ ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സി ടൈറ്റ് ആവില്ല, നീളം കുറയും. ഓരോ റയോൺ തുണിക്കും ഓരോ കമ്പനിക്കും ഓരോ ചില തൂങ്ങുന്നതൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഇറക്കം കുറച്ച് ഫസ്റ്റ് വാഷിൽ കുറച്ച് കയറും. അപ്പം നിങ്ങൾ 56 കറക്റ്റ് വേണമെന്നുള്ള ഒരു 60 സൈസ് എടുത്താൽ മതി. വീതിക്കൊന്നും ഒരുപാട് വ്യത്യാസമൊന്നും വരുന്നൊന്നുമില്ല. അതുപോലെ തന്നെ 54, 52 എന്നുള്ളവർക്കൊക്കെ 56 എടുത്താൽ മതി. അപ്പോൾ റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷിൽ ചുരുങ്ങും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഷേപ്പ് ചെയ്യണം. നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോഴും ഒരു അനക്കം നീളം കൂട്ടി അങ്ങോട്ട് ഇട്ടെടുക്കുക. പിന്നെ അത് സെറ്റ് ആയിക്കോളും. ഇട്ട് നിങ്ങൾ യൂസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ തുണീൻ്റെ മാക്സി നിങ്ങൾ യൂസ് ചെയ്യില്ല. അതാണ് റയോണിൻ്റെ പ്രത്യേകത. പിന്നെ ചില ആൾക്കാർക്ക് ഒരുപാട് ലൈഫ് നിൽക്കണം എന്നുള്ളവർക്ക് നമുക്ക് അൽഫൈൻ ഉണ്ട്. പിന്നെ കോട്ടൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളവർക്ക് കോട്ടൺ മൊഞ്ചത്തികളുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് കുറച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഇടാൻ പറ്റിയ ഗൗൺ മാക്സി, ഫ്രോക്ക് മാക്സി, ചെറുപ്പൊന്നൊന്നുമില്ല കേട്ടോ. എന്നാലും പറയാം, അങ്ങനത്തെ വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഇത്തരത്തിലും കാര്യം. പിന്നെ കയ്യിൽ പാർസൽ കിട്ടിയാൽ ഓപ്പൺ വീഡിയോ എടുക്കുന്നത് റിബണ്ടാണ്. അതിൽ കാണുന്ന ഡാമേജ്, അതിൽ കാണുന്ന എണ്ണക്കുറവിന് മാത്രമേ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഓപ്ഷൻ ഉള്ളൂ. കുറേ ആളുകൾ അത് ചെയ്യാതെ നമ്മളടുത്ത് പരാതിയായിട്ട് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതുമൂലം എനിക്ക് നഷ്ടമാണ്. അങ്ങനെ ഓപ്പൺ വീഡിയോയിൽ ഡാമേജ് ഇല്ലാത്ത ഐറ്റംസിന് ഞാൻ നിങ്ങൾക്ക് പരിഹാരം ചെയ്ത് തരുമ്പോൾ എനിക്ക് കമ്പനിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ആ സാധനം ഇവിടെ വന്ന് ഞാൻ ഒഴിവാക്കുകയല്ലാതെ എനിക്ക് വേറെ രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നഷ്ടമാണ്. ഒരാൾക്കതൊരു നഷ്ടം വരുന്നത് എനിക്കൊന്നും ചെയ്യല്ല. കയ്യിൽ സാധനം കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെക്കുക. എന്നാൽ പിന്നെ എനിക്ക് കമ്പനി കൊടുക്കുക. അത് കണ്ടോ,
ഞാനത് പാക്കറ്റൊന്നും പൊട്ടിച്ചൊക്കെ തന്നെ കൊടുത്തണം. അവർ കിട്ടിയപ്പോൾ സാധനം ഡാമേജ് ആയിന്. അല്ലാത്ത രീതിയിൽ അവരോട് എന്ത് പറയാനാണ്? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളൂ. പിന്നെ ഒരു മെസ്സേജ് ആക്കി എന്ന് വെച്ച് കോൾ അടിച്ചോട് നിങ്ങൾ നിൽക്കരുത്. ഫുൾ ടൈം നമ്മൾ മെസ്സേജ് നോക്കില്ല, ഫ്രീ ടൈമിലേ നോക്കുള്ളൂ. നിങ്ങൾ മെസ്സേജ് ആക്കി 24 മണിക്കൂറായിട്ട് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ അടിക്കുക. അത്രേ എനിക്കിപ്പോൾ പറയാനല്ലോ. പിന്നെ വീഡിയോ കണ്ട ഉടനെയൊക്കെ ആണെന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ, ഞങ്ങൾ ഓൺലൈനിൽ ഉണ്ടാവും. അപ്പോൾ ഇത് വേണമെന്ന് അറിയാൻ അപ്പുറം മിസ് കോൾ അടിച്ചില്ല, അതൊക്കെ ഓക്കെയാണ്. കണ്ടിന്യൂ കൊണ്ട ആവശ്യമില്ല. നോർമൽ കോൾ നിങ്ങൾക്കില്ല. ഓക്കെ, ഇനി ഇത് റിപ്പീറ്റ് ചെയ്യൂല, ഉറപ്പായി ഇനി മുതലുള്ള ബിസിനസ്സിന് ഇത് റിപ്പീറ്റ് ചെയ്യൂല. ഓക്കെ, വീഡിയോയുടെ അതിൻ്റെ പേര് ബൈ.